2026 ഇന്ത്യയിൽ കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിൽ നിയമസഭയിലേക്ക് ഇലക്ഷൻ നടക്കുകയാണ്. ഭാരത് പബ്ലിക് ഒപ്പീനിയൻ ബ്യൂറോ നടത്തിയ സർവേയുടെ ഫലമാണ് ഇന്ന് ബ്ലൂടിക്ക് മീഡിയ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. 2026 ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ഇലക്ഷൻ നടക്കുന്നത് എന്ന് ആദ്യം പരിശോധിക്കാം. കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആസാം, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലാണ് 2026 ഇന്ത്യയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് കേരളം. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ UDF 82 മുതൽ 88 വരെ സീറ്റ് നേടുമെന്നും LDF 50 മുതൽ 56 വരെ സീറ്റ് നേടുമെന്നും BJP 1 മുതൽ 3 വരെ സീറ്റും നേടുമെന്നും ഭാരത് പബ്ലിക് ഒപ്പീനിയൻ ബ്യൂറോ അഭിപ്രായപ്പെടുന്നു. രണ്ടാമത് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിൽ 294 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ നിലവിലുള്ള TMC 200 മുതൽ 210 വരെ സീറ്റ് നേടി വീണ്ടും അധികാരത്തിലെത്തുമെന്നും CPM കോൺഗ്രസ് സഖ്യകക്ഷിയായിട്ടുള്ള മുന്നണി 10 മുതൽ 20 വരെ സീറ്റ് നേടുമെന്നും BJP 30 മുതൽ 50 വരെ സീറ്റ് നേടുമെന്നും പബ്ലിക് ഒപ്പീനിയൻ ബ്യൂറോ പറയപ്പെടുന്നു. അടുത്തത് തമിഴ്നാട്. തമിഴ്നാട്ടിൽ 234 നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിലുള്ളത്. അതിൽ ഇന്ത്യ മുന്നണി 190 മുതൽ 200 വരെ സീറ്റ് നേടുമെന്നും NDA മുന്നണി 20 മുതൽ 45 വരെ സീറ്റ് നേടുമെന്നും ഭാരത് പബ്ലിക് ഒപ്പീനിയൻ ബ്യൂറോ പറയുന്നു. അടുത്തത് ആസാം. ആസാമിൽ 126 നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിലുള്ളത്. അതിൽ CPM കക്ഷിയായിട്ടുള്ള മുന്നണി 15 മുതൽ 25 വരെ സീറ്റും കോൺഗ്രസ് കക്ഷിയായിട്ടുള്ള മുന്നണി 30 മുതൽ 40 വരെ സീറ്റും BJP 70 മുതൽ 80 വരെ സീറ്റും ആസാമിൽ നേടുമെന്നാണ് ഭാരത് പബ്ലിക് ഒപ്പീനിയൻ ബ്യൂറോ പറയുന്നത്. അടുത്തത് പോണ്ടിച്ചേരി. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് പോണ്ടിച്ചേരി എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്. പോണ്ടിച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിലുള്ളത്. അതിൽ 10 മുതൽ 16 വരെ സീറ്റ് ഇന്ത്യ ബ്ലോക്കും 10 മുതൽ 14 വരെ സീറ്റ് NDA ബ്ലോക്കും നേടുമെന്നാണ് ഭാരത് പബ്ലിക് ഒപ്പീനിയൻ ബ്യൂറോ പറയുന്നത്.